വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരിടമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിൻ്റെയും ആചാരങ്ങളിൽ പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് കരിമരുന്ന് പ്രയോഗം. ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അത് ചില ആഘോഷങ്ങളിൽ അനിവാര്യമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയാവണം എന്നത് മറ്റൊരു വിഷയം. കഴിഞ്ഞ ദിവസം ഈയൊരു കരിമരുന്നുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ടായ അപകടത്തിൽ നിരവധി പേരാണ് മരണപ്പെട്ടത്. അപ്പോൾ ചിന്തയിൽ വന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ആഗോളതലത്തിലും പല ആഘോഷങ്ങളിലും കരിമരുന്ന് പ്രയോഗം ഉണ്ടാവാറുണ്ട്. അത് ആധുനിക രീതിയിലേക്ക് മാറി എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം ഒരു മാറ്റം നമ്മുടെ നാട്ടിലും അനിവാര്യമല്ലേ? കമ്പ്യൂട്ടറൈസ് നിയന്ത്രണത്തിലൂടെയാണ് പല രാജ്യങ്ങളിലും ഇതുപോലുള്ള കരിമരുന്ന് പ്രയോഗം ഉപയോഗിക്കുന്നത്. ഇത് കാണാൻ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതാത് രാജ്യത്തേക്ക് ആളുകൾ എത്തിച്ചേരുന്നതുണ്ട്. അവരുടെ സുരക്ഷിതത്വം പ്രധാനമാണ്. അതും നമ്മളും നോക്കേണ്ടതല്ലേ? വർണ്ണങ്ങൾ നിറഞ്ഞ ഇത്തരം കരിമരുന്ന് പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരേണ്ടത് അനിവാര്യമല്ലേ? ഇതല്ലേ സുരക്ഷിതത്വത്തിന് ഏറ്റവും ഉചിതം? അത് ആളുകൾ ആസ്വദിച്ച് കാണുകയും ചെയ്യും. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുമ്പോൾ ഈ പുതിയ ഒരു ചിന്തയിലേക്കും നമ്മൾ പോവേണ്ടതല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്.